ദിവസങ്ങൾ വീണ്ടും ആരെയും കാത്തിരിക്കാതെ ഓടി മറഞ്ഞു. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതിന്റെ പിറ്റേ ദിവസം തന്നെ അൻഷിനെ ഡിസ്ചാർജ് ചെയ്തിരുന്നു. കുഞ്ഞുമോൻ തന്നെയാണ് അൻഷിനെ കൂട്ടിയിരുന്നത്. അൻഷിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഹോം നേഴ്സ്. 1 മാസത്തോളം കാലിൽ പ്ലാസ്റ്റർ ഇട്ട് നടന്ന അൻഷിനെ പരിചരിക്കുന്ന അവനാണ്. കുഞ്ഞുമോൻ അവന്റെ സാത്താന്റെ കലിപ്പോലർച്ചയൊക്കെ കുറെ സഹിക്കേണ്ടി വന്നെങ്കിലും രണ്ടുപേരും ഒന്നിച്ചുള്ള നിമിഷത്തെ ഇരുവരും ഒരുപോലെ ആസ്വദിച്ചിരുന്നു. അപ്പു റെഡിയായില്ലേ? ഡ്രസ്സിംഗ് റൂമിൽ നിന്ന് ഷർട്ടിന്റെ സ്ലീവ് മടക്കി വെച്ച് ഇറങ്ങി വന്നുകൊണ്ട് സൂര്യ ചോദിച്ചു. കണ്ണാടിക്ക് മുന്നിൽ നിന്ന് നെറ്റിയിൽ പൊട്ടു തൊട്ടുകൊണ്ടിരുന്നവൾ പുഞ്ചിരിയോട് അവനെ തിരിഞ്ഞു നോക്കി. LGT പിങ്ക് ഫുൾ സ്ലീവ് അനാർക്കലിയാണ് അവളുടെ വേഷം. മുടിയൊന്നാകെ അഴിച്ചു വിടർത്തിയിട്ട് കണ്ണെഴുതി പൊട്ടുതൊട്ട് സുന്ദരിയായിട്ടുണ്ട് പെണ്ണ്. വലിയ കമ്മൽ മാത്രമാണ് എടുത്തു പറയാനുള്ള അലങ്കാരം. കഴുത്തിൽ സൂര്യ ആദ്യമായി കെട്ടിക്കൊടുത്ത താലി മാത്രം. അന്നും ഇന്നും ഒരു നിധി പോലെ അവൾ സൂക്ഷിച്ചു വെച്ചിരുന്ന ആഭരണം. അങ്ങനെ അവളെ കണ്ട സൂര്യയുടെ കണ്ണുകൾ വിടർന്നു. അവൾക്കരിയിലേക്ക് ചെന്ന് അവനൊരു ചിരിയോടെ അവളെ പുറകിൽ നിന്ന് ഇറുകെ പുണർന്ന് തോളിൽ താടി കുത്തി വെച്ചുകൊണ്ട് കണ്ണാടിയിൽ കാണുന്ന അവളുടെ രൂപത്തിലേക്ക് നോക്കി. അപ്പുവിന്റെ നോട്ടം അവനിലാണ്. ചുണ്ടിലെ ചിരി മായാതെ അവനിൽ നിന്നും തെളിവും അകലാതെ അവൾ ആ കൈക്കുള്ളിൽ ഒതുങ്ങി നിന്നു. സുന്ദരിയായുള്ള എന്റെ കിളിക്കുഞ്ഞ്. കാതിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് അവൻ പതിയെ പറഞ്ഞതും അപ്പു ഒന്ന് കുറുകിക്കൊണ്ട് അവനോട് ഒട്ടി. ശരിക്കും സുന്ദരി പെണ്ണ, കണ്ണെടുക്കാൻ തോന്നില്ല. കൊഞ്ചിച്ചുകൊണ്ട് പറയുന്നവൻ ഇത്തവണ അവൾ ചിരിച്ചുപോയി. എന്താടി എന്നെ കളിയാക്ക നീ? അവളെ തിരിച്ചിർത്തി ശരീരത്തിലേക്ക് വലിച്ചടുപ്പിച്ചുകൊണ്ട് അവൻ ചോദിച്ചു. അപ്പു അവൻ ഇറുകെ പുണർന്നു. ഗൗരവം നടിച്ചു തുടങ്ങിയവൻ അറിയാതെ പുഞ്ചിരിച്ചുപോയി. നമുക്ക് എവിടെയെങ്കിലും പോയാലോ കിളിക്കുഞ്ഞേ? നമ്മളിപ്പോ പോവല്ലേ ആദ്യനെ കൊണ്ടുവരാൻ? സൂര്യൻ ചോദിച്ചു. അപ്പു സംശയത്തോടെ അവന്റെ മുഖത്തേക്ക് നോക്കി. അവനൊന്ന് വിശ്വസിച്ചു പോയി. പിന്നെ ഒരു ചിരിയോടെ അവളെ നെഞ്ചിലേക്ക് വലിച്ചടുപ്പിച്ചുകൊണ്ട് ആ മുഖം കൈക്കുള്ളിൽ ഒതുക്കി പിടിച്ച് അവളുടെ കണ്ണിലേക്ക് നോക്കി. അങ്ങനെ പോകുന്നതല്ലടി, ഞാനും എന്റെ ഈ കിളിക്കുഞ്ഞു മാത്രമുള്ളൊരു യാത്ര. ഒരുപാട് പ്രണയിക്കാൻ എനിക്ക് നീയും നിനക്ക് ഞാനും മാത്രമായി. അത്രമേൽ പ്രണയം നിറഞ്ഞെന്നവന്റെ ചോദ്യത്തിൽ അവളുടെ മുഖം ചുവന്ന് തുടുത്തു. കണ്ണുകൾ പിടഞ്ഞുകൊണ്ട് അവനിൽ നിന്നും തെന്നിമാറി. അവനൊരു ചിരിയോടെ അവളുടെ ചുടികളിൽ മുത്തി. ആഴത്തിലുള്ളൊരു ചുംബനമായി അത് മാറും മുമ്പ് അവന്റെ ഫോൺ റിങ് ചെയ്തു. അപ്പുവിനെ കൈക്കുള്ളിൽ ഒതുക്കിക്കൊണ്ട് തന്നെ അവൻ ആ കോൾ എടുത്ത് സംസാരിച്ചു വെച്ചു. പോയാലെന്ന് ഏട്ടനാജുവും കാത്തിരിക്കുന്നുണ്ട്. അവളൊരു ചിരിയോടെ തലയാട്ടി സമ്മതം പറഞ്ഞതും സൂര്യൻ അവളെയും ചേർത്ത് പിടിച്ച് റൂമിന് പുറത്തേക്ക് നടന്നു. രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞ് റെഡിയായി തിരിഞ്ഞതും വാതിലടച്ച് ലോക്കി നിൽക്കുന്നവനെ കാണെ ഗൗരിയുടെ കണ്ണു മിഴിഞ്ഞു. എന്താ? സംശയത്തോടെ ഗൗരി ചോദിക്കുമ്പോഴേക്കും അജോളുടെ അടുത്തേക്ക് നടന്നു. എന്ത്? അല്ല സാരെന്താ ഇവിടെ? നിന്റെ റൂമിൽ കയറാൻ ഞാൻ മുൻകൂട്ടി പെർമിഷൻ വാങ്ങണോ? തീർത്തും ഗൗരവത്തോടെ ചോദിക്കുന്നവനെ ഗൗരി കൂർപ്പിച്ച് നോക്കി. എന്നുമുതലാ നിനക്ക് എന്നോട് ഇത്രയും ബഹുമാനമൊക്കെ വന്നു തുടങ്ങിയേ? അവിടെ ആ സാർവിളി ഒട്ടും പിടിക്കാത്ത പോലെയായിരുന്നു അജുവിന്റെ ചോദ്യം. ഗൗരിക്ക് ചിരി വന്നു. അടുത്ത നിമിഷം അജുവളെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ച് അവനിലേക്ക് ചേർത്തു. സർ എന്താ ഇത്? അജു അങ്ങനെ വിളിക്കുക. എന്റെ ബോസാ, ഗൗരിയിലേയും തലയാട്ടിക്കൊണ്ട് പറഞ്ഞു. അതിന് ഞാനല്ല, റാംസിന്റെ ഓണർ. പിന്നെ നീ എന്റെ കമ്പനിയിലാണോ വർക്ക് ചെയ്യുന്നത്? ഒരു കൈ കൊണ്ട് അവളെ ചേർത്ത് പിടിക്കുന്നതിനൊപ്പം മറുകൈ അവളുടെ കവിളിൽ പതിയെ തഴുകി. പറയൂ ഗൗരി. അല്ല പിന്നെ എന്തിനായി ജാട? അന്ന് ആ ബെഡിൽ നിന്ന് എന്നെ ചവിട്ടി തള്ളിയിടുമ്പോൾ റോട്ടിൽ വെച്ച് അടിച്ച് ബോധം കെടുത്തുമ്പോഴും നിനക്ക് ഈ ബഹുമാനം ഇല്ലായിരുന്നല്ലോ. ഇതിപ്പോ പെട്ടെന്ന് എഴുതുന്നു. നിനക്ക് എനിക്കറിയില്ല അച്ചു, ശരിക്കും മോഹിക്കാനുള്ള അർഹതയുണ്ടോന്ന് പോലും. ഗൗരി പറഞ്ഞു തുടങ്ങിയത് അജയോടെ വാ പൊത്തിപ്പിടിച്ചു. പ്ലീസ് ഡോണ്ട് അട്ടർ ദി വേർഡ്. അങ്ങനെ അർഹത നോക്കിയാ ഇപ്പൊ എനിക്കാ നിന്റെ മുമ്പിൽ നിൽക്കാൻ പോലും യോഗ്യതയില്ലാത്തത്. മകൾ ഫാമിലിയിലെ കൊച്ചുമകനാണെന്നുള്ളതാ ഇപ്പൊ എന്റെ ഏറ്റവും വലിയ കുറവ്. ഒരു ക്രിമിനലിന്റെ മകനാണ് ഞാനിന്ന്. വേണ്ട പറയണ്ട. അജുവിന്റെ ശബ്ദം ഇടറി തുടങ്ങിയതും പൊടുന്നതിനെ ഗൗരി അവനെ വിലക്കി. അജു ചിരിയോടെ അവളെ നോക്കി. നമുക്ക് കല്യാണം കഴിക്കാം. എന്താ? ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള അവന്റെ ചോദ്യത്തിൽ ഗൗരിയുടെ കണ്ണു വിഴിഞ്ഞു. നമുക്ക് കല്യാണം കഴിക്കാമെന്ന്. പ്രശ്നങ്ങളെല്ലാം സോൾവായി. ഇപ്പതാ ആദ്യം അസുഖമൊക്കെ ഭേദമായിട്ട് തിരിച്ചു വരാൻ പോകുന്നു. പിന്നെ എനിക്കും പ്രായം കൂടി വരുവാ. ഞാനും സൂര്യനും സെയിം ഏജാ. അവനെന്റെ കുഞ്ഞുമണി 2 കൊല്ലം മുന്നേ കെട്ടി. സോ ഐ കാൺ വെയിറ്റ്. കല്യാണം ഞാൻ കഴിക്കും. കാരണം വിശദീകരിച്ചുള്ള അവന്റെ മറുപടിയിൽ ഗൗരി അറിയാതെ ചിരിച്ചുപോയി. അജു അവളെ നെഞ്ചിലേക്ക് അടക്കി പിടിച്ചു. എന്നെ കുറിച്ച് അജുവിന് എന്തെങ്കിലും അറിയോ? വീട് വിട്ടു പോന്നാ ഞാൻ. എന്റെ ചേച്ചി മരിച്ചപ്പോ ആ സ്ഥാനത്തേക്ക് ചേച്ചിയുടെ ഭർത്താവിന്റെ ജീവിതത്തിലേക്ക് ഒരു പകരക്കാരിയെ ചെല്ലാൻ എല്ലാവരും ഒരുപോലെ നിർബന്ധിച്ചപ്പോ വഴക്കുണ്ടാക്കി ഇറങ്ങിപ്പോന്നതാ. ഗൗരി പറഞ്ഞു തുടങ്ങിയതും അജു അവളെ ശ്രദ്ധയോടെ കേട്ടു നിന്നു. അനുമോളോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല. ശരിയോ തെറ്റോ, ഏട്ടനെ പോലെ കണ്ട ഒരാളെ ഒരിക്കലും ഭർത്താവായിട്ട് സങ്കല്പിക്കാൻ പോലും എനിക്ക് പറ്റില്ലായിരുന്നു. പക്ഷെ ആരും എന്നെ മനസ്സിലാക്കിയില്ല. 4 മാസമായി ഞാനിവിടെ.
ഇത്രയും ദിവസത്തിൽ ഒരിക്കൽ പോലും അച്ഛനും അമ്മയോ ഞാൻ എവിടെയാണെന്ന് ചോദിച്ച് വിളിച്ചിട്ടില്ല. അങ്ങോട്ട് വിളിച്ചു നോക്കിയപ്പോൾ കുറേ ശാപവാക്കുകൾ പറഞ്ഞു അതും അവസാനിപ്പിച്ചു. ചുരുക്കി പറഞ്ഞ എല്ലാവരും ഉണ്ടായിട്ടെന്ന് ഞാൻ അനാഥയാണ്. അങ്ങനെ ഒരാൾ അജുവിനെ സ്നേഹിക്കാൻ. ഗൗരി പറഞ്ഞു തീരുമ്പോഴേക്കും അജു അവളുടെ ചൊടികളെ അപ്പാടെ വിഴുങ്ങി. ഗൗരിയുടെ കണ്ണുകൾ മിഴിഞ്ഞു വരുന്നതിനൊപ്പം കൈകൾ ബലമായി അവനിൽ മുറുകി. കടിച്ചു നുണഞ്ഞു. അജു അവളെ തീവ്രമായി ചുംബിച്ചു. ഈ സീരിയൽ നായിക കളിക്കുന്ന നിർത്തിയിട്ടേ മര്യാദയ്ക്ക് എന്നെ കിട്ടി എന്റെ പഴയ റൗഡിയായിട്ട് ജീവിച്ചോ. എനിക്കൊരു പൊടി ഇഷ്ടക്കൂടുതലേ ആ റൗഡിയെ തന്നെയാ. നെഞ്ചിൽ കൈവച്ച് കിതച്ചുകൊണ്ട് നിൽക്കുന്നവൾ നോക്കി അത്രയും പറഞ്ഞ് അജു ചിരിയോടെ പുറത്തേക്ക് നടന്നതും ഗൗരിയുടെ ചൊടികളും അത്രമേൽ ഭംഗിയായി വിടർന്നു. ദേ, ഞങ്ങൾ പോയി തിരിച്ചു വരുമ്പോഴാ ചെക്കൻ ജീവനോടെ ഇവിടെ തന്നെ ഉണ്ടാവണം. അലറി വിളിച്ച് അതിനെങ്ങാനും പേടിപ്പിച്ചാ ഏത് പാട്ടാളായാലും ഇനി നീ എന്നെ കൊന്നാലും ശരി ഒരാടിയെങ്കിലും നിനക്കിട്ട് ഞാൻ തരും. കാറിലേക്ക് കയറുന്നതിന് മുമ്പുള്ള അജുവിന്റെ ഉപദേശങ്ങൾക്ക് സീറ്റ് ഔട്ടിലിരിക്കാവുന്ന അൻഷാവിനെ ദേഷ്യത്തോടെ നോക്കി. പല്ല് കടിച്ചു നിന്നാ ചെക്ക, ഞാൻ വരുമ്പോൾ നിനക്ക് കുറിക്കാൻ കടൽ വാങ്ങിച്ചുകൊണ്ട് വരാം. ടാറ്റാ. അൻഷിനെ ചൊറിഞ്ഞ് മതിവരാതെ അത്രയും പറഞ്ഞ് കോ ഡ്രൈവർ സീറ്റ് തുറന്ന് കാറിനുള്ളിലേക്ക് കയറിയതും അപ്പു വാപ്പുത്തി ചിരിച്ചുകൊണ്ട് സൂര്യയുടെ നെഞ്ചിലേക്ക് ചാഞ്ഞു. നീ കളിയാക്കി ചിരിക്കുന്ന അവൻ കാണേണ്ട കുഞ്ഞുമണി, അതിനും കൂടി ചേർത്ത് എനിക്കിട്ട് കിട്ടും. അപ്പുവിന്റെ ചിരി കണ്ട അജു പറഞ്ഞതും അവൾ അവനെ നോക്കി കണ്ണു ചിമ്മി. മൂന്നുപേരും പെണ്ണിനെ കൗതുകത്തോടെ നോക്കിപ്പോയി. അവൾ ഒരുപാട് മാറിയിട്ടുണ്ടെന്ന് അവർക്ക് തോന്നി. ചെറുതായി കുറുമ്പ് കാണിക്കാനൊക്കെ തുടങ്ങിയത് അവരറിഞ്ഞു. അപ്പുവിനെ നോക്കി മനസ്സ് നിറയുന്ന പുഞ്ചിരിയോടെ രുദ്രൻ കാറ് മുന്നോട്ടെടുത്തതും അജുവും ചിരിയോടെ പുറത്തെ കാഴ്ചകളിലേക്ക് ശ്രദ്ധ തിരിച്ചു. അപ്പോഴും സൂര്യൻ അവളെ പ്രണയത്തോടെ കണ്ണെടുക്കാതെ നോക്കിയിരുന്നു. കുറച്ചു ദൂരം മുന്നോട്ട് പോയതും പതിവ് പോലെ അപ്പുവന്റെ നെഞ്ചിൻ ചൂടിൽ മയങ്ങി തുടങ്ങിയതും അവളെ വാത്സല്യത്തോടെ ചേർത്ത് പിടിച്ച് സീറ്റിലേക്ക് ചാരിയിരുന്നു. പരസഹായമില്ലാതെ പതിയെങ്കിലും ചുവടുവെച്ച് നടന്നു തുടങ്ങിയ ആദ്യക്കാണ് രുദ്രന്റെ കണ്ണും മനസ്സും ഒരുപോലെ നിറഞ്ഞു. സൂര്യന്റെയും അജുവിന്റെയും അവസ്ഥ അതിൽ നിന്ന് വിഭിന്നമല്ല. വൈദ്യർമഠത്തിലേക്ക് വന്ന് ദിവസങ്ങൾ കൊണ്ട് തന്നെ അതിൽ പ്രകടമായ മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. അതിൽ നിന്ന് തന്നെ ഇത്രയും വർഷങ്ങൾ അവനെ ചികിത്സിക്കാതിരുന്നുകൊണ്ട് മാത്രമാണ് അവൻ തളർന്നു കിടക്കേണ്ടി വന്നതെന്ന് എല്ലാവർക്കും മനസ്സിലായി. ആ നിമിഷം ഇന്ദ്രനോട് തോന്നിയ ദേഷ്യത്തിന് പരിധികളുണ്ടായിരുന്നില്ല. ഒരിക്കൽ കൂടി അയാളെ കൊല്ലാനുള്ള പക തോന്നിപ്പോയി രുദ്രനും. ആദിത്യന് പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ, നടക്കാൻ കുറച്ച് പ്രയാസമൊക്കെ ഉണ്ടാവും. പിന്നെ ഇനിയിപ്പോ മാസത്തിൽ ഒരിക്കലും ഒരു ഒഴിച്ചിലിന് വേണ്ടി മാത്രം ഇങ്ങോട്ട് വന്നാൽ മതിയാവും. ബാക്കിയെല്ലാം കൊണ്ട് ആദിത്യൻ സ്വന്തം ആരോഗ്യം വീണ്ടെടുത്ത് കഴിഞ്ഞു. യാത്ര പറയാൻ ചെന്ന ആദ്യം നോക്കിക്കൊണ്ട് വൈദ്യർ പറഞ്ഞതും ആദ്യം അദ്ദേഹത്തെ നോക്കി പുഞ്ചിരിയോടെ സമ്മതം പറഞ്ഞു. പിന്നെ കാല് തൊട്ട് തൊഴുത് അനുഗ്രഹം വാങ്ങിച്ചു. ദൈവാധീനം നല്ലതുപോലെ തുണച്ചിട്ടുണ്ട്. അതാണ് ഇത്രയും പെട്ടെന്ന് ചികിത്സ ഫലം കണ്ടത്. ഇനി ഒരു വീഴ്ച ഉണ്ടാവാതെ സൂക്ഷിക്കണം. ശ്രദ്ധിച്ചോളാം. വൈദ്യരാമന്റെ മൂർത്താവിൽ കൈവച്ച് അനുഗ്രഹിച്ചുകൊണ്ട് വൈദ്യർ വീണ്ടും ഓർമ്മപ്പെടുത്തും പോലെ പറഞ്ഞതും ആദ്യ ബഹുമാനത്തോടെ മറുപടി പറഞ്ഞു. പിന്നെ പുറത്തേക്ക് നടന്നു. പുറത്തായി അജു, രുദ്രനും സൂര്യനും അപ്പുവും ആര്യനും ജിത്തുവുമെല്ലാം അവനെ കാത്തു നിൽക്കുന്നുണ്ട്. ആദ്യം അടുത്തേക്ക് വന്നു അജുവും സൂര്യനും ആദ്യം അവനെ ചേർത്ത് പിടിച്ചു. മൂവരുടെയും കണ്ണുകൾ നിറഞ്ഞിരുന്നു. അപ്പുവും രുദ്രന്റെ നെഞ്ചോട് ചേർന്ന് നിന്നുകൊണ്ട് ആ കാഴ്ച കണ്ടു നിന്നു. ഓക്കെ അല്ലേടാ? അജു അവനിൽ നിന്ന് അകന്നു മാറി മൊത്തത്തിൽ അവനെ നോക്കിക്കൊണ്ട് ചോദിച്ചും ആദ്യ ചിരിയോടെ തലയാട്ടി. പിന്നെ സൂര്യനെ നോക്കി. അൻഷയുടെ സൂര്യ. വർഷങ്ങൾക്ക് ശേഷം കേൾക്കുന്ന ആദിയുടെ ശബ്ദം എല്ലാവരുടെയും മുഖം ഒരുപോലെ വിടർന്നു. ദ്രുതഗതിയിൽ മിടിക്കുന്ന രുദ്രന്റെ നെഞ്ചിരിപ്പ് കേട്ടുകൊണ്ട് അപ്പു അവന്റെ മുഖത്തേക്ക് നോക്കി. രുദ്രൻ അവളെ നോക്കി ചിരിയോടെ കണ്ണു ചിമ്മി. അവന്റെ കാലിൽ പ്ലാസ്റ്റർ എടുത്തില്ലടാ, കുറച്ചു ദിവസം കൂടി കഴിയണം, അതാ വരാതിരുന്നത്. സൂര്യൻ മറുപടി പറഞ്ഞു. ആദി പുഞ്ചിരിച്ചു. പിന്നെ കുറച്ചു ദൂരം മാറി നിൽക്കുന്ന രുദ്രനെയും അപ്പുവിനെയും നോക്കി. ഇന്നും ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു വേദനയാണ് അവർക്ക് കാണുന്നത്. സന്തോഷത്തോടെ ജീവിച്ച അവിടെയെല്ലാം കുടുംബം തകർന്ന് താൻ കാരണമാണെന്നുള്ള ചിന്ത. അപ്പുവിനെ നോക്കുമ്പോഴാണ് കുറ്റബോധത്തിന്റെ തീവ്രത ഏറിപ്പോകുന്നത്. അവനുള്ള മനസ്സിലായതുപോലെ രുദ്രനൊന്ന് കണ്ണു ചിമ്മി ചിരിച്ചു. അപ്പുവും ചിരിയോടെ അവനെ നോക്കിയതും ആദിയുടെ കണ്ണു നിറഞ്ഞു. അപ്പു. ആദ്യ അവൾക്കടുത്തേക്ക് ചെന്നു. നെറുകിൽ തഴുകിക്കൊണ്ട് പതിയെ വിളിച്ചതും കണ്ണുകൾ വിടർത്തിക്കൊണ്ട് അവൾ അവനെ നോക്കി. ദേഷ്യമുണ്ടോ എന്നോട്? ഞാൻ കാരണം? സങ്കടത്തോടെയുള്ള അവന്റെ ചോദ്യത്തിൽ അവൾക്കും സങ്കടം വന്നുപോയി. ഇങ്ങനെയൊന്നും പറയണ്ട, ആദ്യമായിട്ടും തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എന്തിനാ സങ്കടം? പതിയാണെങ്കിലും അവനെ സമാധാനിപ്പിച്ചുകൊണ്ട് അവൾ അത്രയും പറഞ്ഞതും ബാക്കിയുള്ളവർക്ക് ഒരുപോലെ സന്തോഷം തോന്നി. മതിയടാ, എന്റെ കുഞ്ഞുമണി ആരെങ്കിലും കരയുന്നുണ്ടോ നോക്കി നിൽക്കുക, കൂടെ കരയാൻ. വെറുതെ എന്റെ കൊച്ചിനെ കരയിക്കാതെ. അജു ആദിയെ നോക്കി കുറുമ്പോടെ പറഞ്ഞുകൊണ്ട് അപ്പുവിനെ നോക്കി കണ്ണു ചിമ്മി. ആദിയെ ഒരു നിമിഷം പുഞ്ചിരിച്ചു. പിന്നെ അധികം വൈകാതെ അവർ ആദിയും കൂട്ടി മാൻഷനിലേക്ക് യാത്ര തിരിച്ചു. പൂർണ്ണ ആരോഗ്യത്തോടെ ആദി കൂടി വന്നു. എല്ലാവർക്കും ഒരുപോലെ സന്തോഷമായി. ഒത്തിരി പേരുള്ള വലിയ വീട്ടിൽ അവരുടെ എല്ലാം സ്നേഹം അനുഭവിച്ച് ജീവിക്കുമ്പോൾ അപ്പവും പതിയെ പതിയെ മാറി തുടങ്ങി. ഇപ്പൊ പേടിയും വിറയലൊന്നുമില്ലാതെ അവളും സംസാരിക്കും.
ആര്യനും അഗി അജിത്തും ആയുഷും കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ അവരുടെ ഫ്ളാറ്റിലേക്ക് മാറി. ഗൗരി അവിടെ ഉള്ളതുകൊണ്ടും കല്യാണം കഴിഞ്ഞിട്ടില്ലാത്തതുകൊണ്ടും സൂര്യ അജുവിനെ അവൾക്കൊപ്പം പാക്ക് ചെയ്തു. ചെക്കൻ അവന്റെ കുഞ്ഞുമണിയെ കൊണ്ട് റെക്കമെൻഡൊക്കെ നടത്തി നോക്കിയെങ്കിലും അതൊന്നും ഏറ്റില്ല. കല്യാണം കഴിഞ്ഞിട്ട് മതി ഒരു വീട്ടിലെ താമസമെന്ന് സൂര്യൻ തീർത്തു പറഞ്ഞതും അജു മുഖം വീർപ്പിച്ച് പിടിച്ച് ആര്യന്റെ കൂടെ പോയി. എന്നാലും ചെക്ക് രാവിലെ ഓഫീസിലേക്ക് പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴുമെല്ലാം അവിടെ വന്ന് ഹാജർ വെക്കും. പിന്നെ സൂര്യ കണ്ണുരുട്ടി കാണിക്കുമ്പോഴാവും തിരിച്ചു പോകുന്നത്. അന്ന് പതിവില്ലാതെ ആയുഷിനാകിക്കൊപ്പം വീട്ടിലേക്ക് വരുന്ന അപ്പച്ചിയും ചെറിയമ്മയും കാണെ മാൻഷനിലുള്ളവരെല്ലാം അത്ഭുതപ്പെട്ടു. മീരമോളെ, അപ്പുവിനെ കണ്ടതേ ചെറിയമ്മ അവളെ ഒത്തിരി സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചു. സൂര്യൻ അന്ന് കൊണ്ടുപോകുന്നതിൽ പിന്നെ ഇന്നാണ് ചെറിയമ്മ അവളെ കാണുന്നത്. അതിന്റെ സ്നേഹപ്രകടനങ്ങളെല്ലാം കഴിഞ്ഞതും ഇരുവരും പിന്നെ ആദ്യം ചേർത്ത് പിടിച്ച് കരച്ചിലായി. ആജിയോടെ വിട്ടിട്ടാണ് രണ്ടുപേരും സങ്കടം പറച്ചിലും നിർത്തിയത്. എന്റെ അമ്മേ, വന്ന കാര്യം പറഞ്ഞിട്ടാവും ബാക്കി കരച്ചില്. നീ പോടാ അവിടുന്ന്. ആജി ചെറിയമ്മയിൽ നിന്ന് കളിയാക്കിയതും അവരവനെ പുച്ഛിച്ചു വിട്ടു. ബാക്കി എല്ലാവരും ചിരി കടിച്ചു പിടിച്ച് നിൽക്കുന്നുണ്ട്. എന്താ ചെറിയമ്മ കാര്യം? സൂര്യന്റെ ചോദ്യം കേട്ടതും അപ്പച്ചിമാരുടെയും ചെറിയമ്മയുടെയും മുഖം സന്തോഷത്തോടെ തെളിഞ്ഞു. അവന് തങ്ങൾ ആരുമല്ലാതായല്ലോ എന്നൊരു സങ്കടം മനസ്സിലുണ്ടായിരുന്നു. അത് ആ വിളിയിൽ തന്നെ മാറുകയും ചെയ്തു. അവരുടെ സന്തോഷം സൂര്യനും മനസ്സിലായി. അല്ലെങ്കിൽ തന്നെ തെറ്റ് ചെയ്യാത്ത അവരുടെ എന്ത് വെറുപ്പും ദേഷ്യവും കാണിക്കാനാണ്. മോനെ, ഞങ്ങൾ വന്നത് അജുവിന്റെ കാര്യം അറിയാലോ. അവന് കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് കയറ് പൊട്ടിക്കോ. അപ്പൊ ഗൗരി മോൾക്ക് എതിർപ്പൊന്നുമില്ലെങ്കിൽ നമുക്ക് അതങ്ങ് നടത്തിയാലോ. അമ്മയുടെ ആ പറച്ചിൽ കേട്ടതും അജു പല്ലടിച്ചുകൊണ്ട് അമ്മയെ നോക്കി. നീ ഇത്ര കെട്ടാമുട്ടി നിൽക്കുമായിരുന്നോടാ? അൻഷാവിന്റെ ഭാവം കാണി ചിരി കടിച്ചു പിടിച്ച് ചോദിച്ചും അജുവിന്റെ ചുണ്ടുകൾ മാത്രം എനിക്ക് എന്തോ തെറി വിളിച്ചു. നിങ്ങളാരൊന്നും പറഞ്ഞില്ല. അതിപ്പോ ഗൗരിയല്ലേ തീരുമാനിക്കേണ്ടത്. ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷം തന്നെയാണ് ആന്റി. രുദ്രൻ മറുപടി പറഞ്ഞു. എല്ലാവരുടെയും നോട്ടം ഗൗരിയിലേക്കായി. ആകെ മൊത്തം പകപ്പോടെ നിൽക്കുകയായിരുന്നു അവൾ. രുദ്രൻ അങ്ങനെ പറഞ്ഞു. എന്തു മറുപടി പറയണമെന്നറിയാതെ മൗനമായി. ഇത്തിരി കുട്ടിക്കളിയൊക്കെ ഉണ്ടെന്നേയുള്ളൂ. അവൻ ഒത്തിരി പാവാ മോളെ. ചെറിയമ്മ ഗൗരിയുടെ അടുത്തേക്ക് ചെന്ന് അവരുടെ കയ്യിൽ സ്നേഹത്തോടെ പിടിച്ചുകൊണ്ട് പറഞ്ഞതും ഗൗരിയുടെ നോട്ടം അവനിലേക്കായി. കുറുമ്പോടെ ചിരിക്കുന്നവനെ കാണെ അവളുടെ ചുണ്ടുകളും അത്രമേൽ ഭംഗിയായി വിടർന്നു. എനിക്ക് സമ്മതാണമ്മേ. ഗൗരി പതിയെ പറഞ്ഞതും എല്ലാവർക്കും സന്തോഷമായി. അപ്പു ചിരിയോടെ അവളെ കെട്ടിപ്പിടിച്ചു. അവളായിരുന്നല്ലോ അവളുടെ ഏട്ടന്റെ ബ്രോക്കർ. അതിന്റെ ഒരു സന്തോഷം. ഇനി മറ്റൊരു കാര്യമുണ്ട്. അപ്പച്ചി പറഞ്ഞു തുടങ്ങിയതും വീണ്ടും എല്ലാവരുടെയും ശ്രദ്ധ അവിടേക്കായി. അത് ആയുഷിന് വേണ്ടി ഇഷാനിയെയും അഖിക്ക് വേണ്ടി അനുവിനെയും ഞങ്ങൾക്ക് തരുമോ? അപ്പച്ചി ചോദിച്ചത് എല്ലാവരുടെയും കണ്ണു വിഴിഞ്ഞു. അഖിയെയും ആയുഷിനെയും മാറി മാറി നോക്കിയതും രണ്ടുപേർക്ക് നല്ല ചമ്മലുണ്ടായിരുന്നു. ഇതൊക്കെ എപ്പോ? അനുഷി രണ്ടുപേരെയും നോക്കിക്കൊണ്ട് അജുവിനോട് പതിയെ ചോദിച്ചു. അന്ന് നീ പഞ്ചറായി ഹോസ്പിറ്റലിൽ കിടന്നില്ലേ? ആ സമയത്താണെന്നാണ് എന്റെ ഒരു ധാരണ. അജു മറുപടി പറഞ്ഞു. രണ്ടുകൂടി വീണ്ടും അവരെ നോക്കി. നിങ്ങളുടെ സമ്മതം കൂടി കിട്ടിയ 3 കല്യാണം നമുക്ക് ജിത്തു ആര്യനും ജർമ്മനിക്ക് പോകുന്നതിന് മുമ്പ് നടത്താം. അപ്പച്ചി പറഞ്ഞുകൊണ്ട് അവരെ നോക്കി. ഗൗരി ഞെട്ടിയതിനേക്കാൾ വലിയ ഞെട്ടിലാണ് രണ്ടുപേരും. ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യം. 1-2 തവണ കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ടെന്നല്ലാതെ വേറൊരു പരിചയമില്ല. പെട്ടെന്നൊരു പ്രപ്പോസൽ വന്ന എന്തു മറുപടി പറയണമെന്നറിയാതെ ഇരുവരും പകച്ചുപോയി. ഇഷാനി, സൂര്യൻ വിളിച്ചതും അവളൊരു ഞെട്ടിലൂടെ അവനെ നോക്കി. അത് പിന്നെ ഞങ്ങളെ കുറിച്ചെല്ലാം അറിഞ്ഞിട്ടാണോ? ഞങ്ങൾ വളർന്നൊക്കെ ഒരു അനാഥാലയത്തിലാ. അച്ഛനാരോ അമ്മയാരെന്നൊന്നും ഞങ്ങൾക്കറിയില്ല. പറയാനങ്ങനെ ഒരു ഐഡന്റിറ്റി ഒന്നുമില്ല. ഇതൊക്കെ അറിഞ്ഞിട്ടും എല്ലാം അറിയാം മോളെ. അതൊന്നും ഞങ്ങൾ നോക്കിയിട്ടില്ല. അവർക്ക് ഇങ്ങനൊരു ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾക്കും സന്തോഷം. പിന്നെ എന്തെങ്കിലും ഒരു ദോഷം നിങ്ങളിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇവരുടെ ജീവന് കൂട്ടായിട്ട് നിങ്ങളിവിടെ ഉണ്ടാവില്ലായിരുന്നല്ലോ. അപ്പുവിനെയും സൂര്യനെയും രുദ്രനെയും അനുഷിനെയും നോക്കിയാണ് അപ്പച്ചി അത് പറഞ്ഞത്. ആ ഒരു മറുപടിയിൽ തന്നെ എല്ലാവരുടെയും ചുണ്ടിൽ പുഞ്ചിരി തെളിഞ്ഞു. ഇനി വേണ്ട നിങ്ങളുടെ സമ്മതം. പെട്ടെന്ന് പറയണ്ട, നന്നായിട്ട് ആലോചിച്ച് നോക്കിയിട്ട് ഒരു മറുപടി തന്നാ മതി. ചെറിയമ്മ കൂടി പറഞ്ഞതും അതിന് സമ്മതം എന്ന പോലെ ഇഷു അന്നുവും തലയാട്ടി. അപ്പോഴാകിയ ആയുഷിനെയും നോക്കാൻ ഇരുവർക്കും മടി തോന്നി. പിന്നെയും കുറച്ച് സമയം കൂടി ഒന്നിച്ചിരുന്ന് സംസാരിച്ച് ഉച്ചക്ക് ഊണും കഴിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് അപ്പച്ചിയും ചെറിയമ്മയും യാത്ര പറഞ്ഞിറങ്ങിയത്. എന്താ നിങ്ങളുടെ തീരുമാനം? എനിക്ക് തോന്നുന്നത് ഇത് നല്ലൊരു പ്രപ്പോസലാണെന്നാ. തന്നെയല്ല, നമ്മളെല്ലാവരും ഇങ്ങനെ ഒന്നിച്ച് അതിൽ പരെന്തോ സന്തോഷമാണ് വേണ്ടേ, അല്ലെ അപ്പു? അതിഥികളെല്ലാം പോയതും ഇഷുവിനെയും അനുവിനെയും ഉപദേശിക്കുന്ന തിരക്കിലാണ് ഗൗരി. അവർക്ക് അടുത്തേന് അപ്പു ഇരിക്കുന്നുണ്ട്. ഗൗരിയുടെ ചോദ്യം അവൾക്ക് നേരെ ആയതും അപ്പുവും ചിരിയോടെ അതേന്ന് തലയാട്ടി കാണിച്ചു. അപ്പച്ചിയും ആരുമയും പറഞ്ഞിട്ട് പോയ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയത് അവൾക്കാണ്. ഗൗരിയെ പോലെ തന്നെ ഇഷ്ടമാണ് ഇഷുവിനെയും അനുവിനെയും. അവർക്ക് നല്ലൊരു ജീവിതം ഉണ്ടായി കാണാൻ അവൾ ഒത്തിരി ആഗ്രഹിച്ചിരുന്നു. അഖിയും ആയുഷും ഒത്തിരി നല്ലവരാണെന്ന കാര്യത്തിൽ അപ്പുവിന് സംശയമൊന്നുമില്ല. ചേച്ചിമാരെ ഇരുവരും പൊന്നുപോലെ നോക്കുമെന്ന് ഉറപ്പാണ്. അവർ സമ്മതം പറയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പോലും അവരെ നിർബന്ധിക്കാൻ അവൾ നിന്നില്ല. എന്തൊക്കെ പറഞ്ഞാലും അവരുടെ ഇഷ്ടത്തിന് തന്നെയാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം.
എന്താ ഇഷ്യൂ? ഇനി ആരും അനാഥരാണെന്നൊക്കെയുള്ള കോംപ്ലക്സ് വെച്ച് ഈ പ്രപ്പോസൽ വേണ്ടെന്ന് വെക്കാനാണോ? ഗൗരി വീണ്ടും ചോദിച്ചു. ഇരുവരും മറുപടിയില്ലാതെ അവളെ നോക്കി. അപ്പു അവരെ നോക്കുന്നുണ്ട്. ചേച്ചിമാര് നാളെ പറഞ്ഞാൽ മതി. രണ്ടുപേരെയും മാറി മാറി നോക്കിക്കൊണ്ട് അപ്പു പറഞ്ഞതും മൂവരെ ഒരുപോലെ അവളെ നോക്കി. ആ ഏട്ടന്മാര് നല്ലതാ, ചെറിയമ്മ അപ്പച്ചിയൊക്കെ നല്ലതാ. നിങ്ങളെ പൊന്നുപോലെ നോക്കും, എനിക്ക് ഉറപ്പാ. നല്ലോണം ആലോചിച്ചിട്ട് നാളെ പറഞ്ഞാൽ മതി. അപ്പു വീണ്ടും പറഞ്ഞതും മൂവരും ഒത്തിരി സ്നേഹത്തോടെ അവളെ നോക്കി. അപ്പു അങ്ങനെ പറഞ്ഞതും ഗൗരിയും പിന്നെ കൂടുതലൊന്നും ചോദിച്ചില്ല. അവള് പറഞ്ഞ പോലെ അവരാലോചിച്ച് തീരുമാനിക്കട്ടെ എന്ന് ഗൗരിയും കരുതി.